നമസ്കാരം. തായ്വാനിൽ അധിനിവേശം നടത്താൻ ചൈന നീക്കങ്ങൾ തുടങ്ങിയിട്ട് ഏറെ നാളുകളായി. എന്നാൽ ഇപ്പോൾ പുറത്തുവരുന്ന ഒരു വിവരം ഇക്കാര്യത്തിൽ ചൈനയ്ക്ക് എല്ലാ സഹായവുമായി റഷ്യയും കൂടെയുണ്ട് എന്നതാണ്. UK ആസ്ഥാനമായുള്ള ഒരു പ്രതിരോധ സുരക്ഷാ ഫോറം ഇക്കാര്യത്തിൽ ചോർന്നു കിട്ടിയ റഷ്യൻ രേഖകളുടെ അടിസ്ഥാനത്തിലാണ് ഇക്കാര്യം പുറത്തുവിട്ടത്. ബ്ലാക്ക് മൂൺ ആക്ടിവിസ്റ്റ് ഗ്രൂപ്പിൽ നിന്നുള്ള റഷ്യ ചൈനയിലേക്ക് വിതരണം ചെയ്യേണ്ട ഉപകരണങ്ങളുടെ കരാറുകളും പട്ടികകളും ഉൾപ്പെടെ ഏകദേശം 800 പേജുള്ള രേഖകളുടെ അടിസ്ഥാനത്തിലാണ് റോയൽ യുണൈറ്റഡ് സർവീസസ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വിശകലനം നടക്കുന്നത്. ചൈനയുടെയും റഷ്യയുടെയും പ്രതിനിധികൾ തമ്മിലുള്ള കൂടിക്കാഴ്ചകളെക്കുറിച്ചും കവചിത വാഹനങ്ങളും ആയുധങ്ങളും കൈമാറ്റം ചെയ്യുന്നത് സംബന്ധിച്ചും ഈ രേഖകൾ കാണാൻ കഴിയും. വിതരണം ചെയ്യേണ്ട ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം റഷ്യ ആരംഭിച്ചിട്ടുണ്ടെന്ന് ഇതിൽ സൂചിപ്പിക്കുന്നു. എന്നാൽ ചൈന പണം നൽകിയതായോ ഏതെങ്കിലും ഉപകരണങ്ങൾ സ്വീകരിച്ചതായോ ചൈനീസ് ഭാഗത്തു നിന്ന് നേരിട്ടുള്ള തെളിവുകൾ ഇതിലടങ്ങിയിട്ടില്ല. തായ്വാനെ ആക്രമിക്കാൻ ഈ ഉപകരണങ്ങൾ ഉപയോഗിക്കാമെന്ന് രേഖകൾ ലഭിച്ചവർ വാദിക്കുമ്പോൾ ഷീ ജിൻപിങ്ങിന് കീഴിൽ 2050 ലോകോത്തര സൈന്യമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ ചൈന തങ്ങളുടെ സായുധ സേനയുടെ ആധുനികവൽക്കരണ പരിപാടികൾ തുടങ്ങിയിട്ടുണ്ട്. 2027 തായ്വാനിൽ ഒരു അധിനിവേശത്തിന് തയ്യാറെടുക്കാൻ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് തന്റെ സൈന്യത്തോട് ഉത്തരവിട്ടതായി ഉന്നത അമേരിക്കൻ വൃത്തങ്ങൾ വെളിപ്പെടുത്തിയിരുന്നു. സ്വയംഭരണ ജനാധിപത്യം ചൈനയുടെ ഭാഗമാണെന്നും ബലപ്രയോഗത്തിലൂടെ ദ്വീപ് പിടിച്ചെടുക്കുന്നത് തള്ളിക്കളയുന്നില്ലെന്നും ചൈനയും നേരത്തെ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ലണ്ടൻ ആസ്ഥാനമായുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വിശകലനം സൂചിപ്പിക്കുന്നത് ഇതിനുള്ള സമയപരിധി വേഗത്തിലാക്കാൻ സാധ്യതയുണ്ടെന്നാണ്. ചൈനയ്ക്ക് റഷ്യയേക്കാൾ സൈനിക ശേഷിയുണ്ടെന്നാണ് പറയപ്പെടുന്നതെങ്കിലും ചില മേഖലകളിൽ ചൈനയ്ക്ക് റഷ്യയുടെ സഹായം ആവശ്യമായി വരുമെന്നാണ് കരുതപ്പെടുന്നത്. വ്യോമസേനയാണ് റഷ്യയുടെ കരുത്തെന്നാണ് പറയപ്പെടുന്നത്.